ഹലോ, ഇന്ന് ഞാൻ നിങ്ങളൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകട്ടെ. നിങ്ങളൊരു പക്ഷെ കണ്ടിട്ടുള്ളതായിരിക്കാം. നമ്മുടെ വേളുക്കര പഞ്ചായത്തിലുള്ള ഒട്ടുമിക്കവാറും ആളുകൾ കണ്ടിട്ടുള്ള സ്ഥലമായിരിക്കാം. പക്ഷെ ഞാൻ അവിടെ ഒന്ന് പോയപ്പോ എനിക്ക് അതിനെക്കുറിച്ച് നിങ്ങളോടൊന്ന് രണ്ടു വാക്ക് പറയണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതറിയാത്തവർക്ക് ആർക്കെങ്കിലും ഉപകാരമായിക്കോട്ടെ എന്ന് വെച്ചിട്ട്. ഇത് വേളൂക്കര ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രമാണ് കേട്ടോ, ഫാമിലി ഹെൽത്ത് സെൻറ്റർ. അപ്പോൾ ഇവിടെ ഞാൻ പോയത് വേറൊന്നിനല്ല, അച്ഛന് ഒരു ആഴ്ചയിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട്. അപ്പോൾ അത് ഇവിടെ അവൈലബിൾ ആണെന്ന് അറിഞ്ഞത് കൊണ്ടൊന്ന് പോയതാണ്. ഞാനിവിടെ പോയിട്ട് വർഷങ്ങളായി. കോവിഡ് സമയത്ത് ആ വാക്സിൻ എടുക്കുന്ന സമയത്ത് പോയിട്ടുള്ളത്, അതിന് ശേഷം ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഇവിടെ അപ്പം ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷകരമായ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനായിട്ട് പറ്റി. വേറെ ഒന്നുമല്ല, ഒന്നാമത് നല്ല ഒരു മിനി ഹോസ്പിറ്റൽ പോലെ തന്നെ നല്ല അടുക്കും ചുറ്റിയോടും കൂടിയിട്ട് നല്ല നീറ്റ്നെസ്സിലുള്ള ഒരു സ്ഥലം കേട്ടോ. ഈ വീഡിയോ ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ വന്നത് എന്താ കാരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇവിടെ ലാബ് ഫെസിലിറ്റി ഉണ്ട്. ഈ ലാബ് ഫെസിലിറ്റിയിൽ നമ്മൾ പുറമെ ബ്ലഡ് ചെക്ക് ചെയ്യുന്നതിനേക്കാളും വളരെ കുറവ് പൈസയിൽ ബ്ലഡ് ചെക്കപ്പ് ഉള്ളതിൻ്റെ ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ആ ബോർഡ് കാണിച്ചു തരാം. അതിൽ പ്രൈസ് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് അസുഖങ്ങളും മരുന്നുകളും ഗുളികകളൊക്കെ ഒരുപാട് ഹൈ റേറ്റ് ആണല്ലേ. ഒരുമാതിരിപ്പെട്ട അസുഖങ്ങൾക്കൊക്കെയുള്ള മരുന്നുകൾ ഇവിടെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നവർ അത് യൂസ് ചെയ്യുക. ഡോക്ടർമാരുടെ സേവനമുണ്ട്. OP ടിക്കറ്റിന് 10 രൂപയാണ്. വെറും 10 രൂപ കൊണ്ട് നമുക്ക് ഡോക്ടറെ കാണാം, മരുന്നും വാങ്ങിച്ച് പോരാം. 60 വയസ്സിന് മേലെയുള്ളവരാണെന്നുണ്ടെങ്കിൽ എല്ലാം ഫ്രീ ആണ്. അപ്പോൾ ആ 10 രൂപ പോലും കൊടുക്കണ്ട. വേളുക്കര ഗ്രാമപഞ്ചായത്തിലുള്ളവർ ഇത് മാക്സിമം ഉപയോഗപ്പെടുത്തുക. കാരണം പ്രഷറിനായാലും ഷുഗറിനായാലും കൊളസ്ട്രോളിനായാലും മാസങ്ങളോളം മരുന്നുകൾ കഴിക്കുന്നവരുണ്ട്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. ഇതിൽ രാഷ്ട്രീയം മറ്റു കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഒരുപാട് ഉപകാരപ്രദമാണ്. ലാബ് ഫെസിലിറ്റി 9:30 തൊട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാബിൽ ബ്ലഡൊക്കെ ചെക്ക് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അതിന് മുൻപ് ഡോക്ടറെ ജസ്റ്റ് ഒന്ന് OP ടിക്കറ്റ് എടുത്ത് ഡോക്ടറെ കണ്ട് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി വേണം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നല്ല, നമുക്ക് ഉപകാരപ്രദമായ ഉപയോഗമുള്ള ഒരുപാട് കാര്യങ്ങൾ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് വേണ്ട വിധം യൂട്ടിലൈസ് ചെയ്യാത്തതിൻ്റെ കുഴപ്പമാണോ, അല്ലെങ്കിൽ നമ്മളത് അറിയാത്തതിൻ്റെ കുഴപ്പമാണോ, അതോ അവിടെ നിന്ന് അങ്ങനെ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ടാണോ, ഇതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് സംഭവം വളരെ യൂസ്ഫുള്ളായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിവിടെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ പോയപ്പോൾ കാലത്ത് തന്നെ ഒരുപാട് പേര്, കാലത്തും ഉച്ചയ്ക്കും കൺസൾട്ടേഷൻ ഉണ്ട്. ഒരുപാട് പേരുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ നമ്പർ 36-ാമത്തെ കണ്ട ആളുകൾ ഇരിക്കുന്നുണ്ടോ. കാലത്ത് പോയ കുറച്ച് തിരക്കുണ്ടായിരിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണെന്നുണ്ടെങ്കിൽ തിരക്ക് കുറച്ച് കുറവായിരിക്കും എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ഉണ്ട്, കാലത്ത് 9 മണിക്ക് ശേഷം ഒക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ 2-3 ഡോക്ടേഴ്സൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അവരെ കണ്ട് കൺസൾട്ടേഷൻ എടുത്തിട്ട് നിങ്ങളുടെ അസുഖങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ബ്ലഡ് ചെക്കപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അതുപോലെ മരുന്നുകൾ ആവശ്യമുള്ളത് ഇതെല്ലാം ഫ്രീ ആണ് കേട്ടോ. അതാണ് പ്രത്യേകത. അതായത് ബ്ലഡ് ചെക്കപ്പിന് നമുക്ക് അവിടെ പ്രൈസ് എത്രയെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. 15, 20 അങ്ങനെയുള്ള റേറ്റുകളാണ് ബ്ലഡ് ചെക്കപ്പിനുള്ളത്. അപ്പോൾ പുറമേയൊക്കെ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് കുറവാണ്. ഷുഗർ, അതുപോലെ ലിവർ ഫങ്ഷൻ, ആ ടെസ്റ്റുകളൊക്കെ ഞാൻ കണ്ടു അതിൽ. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് പൈസ കുറച്ച് കുറവാണ്. നമ്മൾ അനാവശ്യമായിട്ട് കളയുന്ന ഒരുപാട് പൈസ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. സാധാരണക്കാരോടാണ് ഞാൻ പറയുന്നത് കേട്ടോ. കാരണം മരുന്നും മന്ത്രയ്ക്കായിട്ട് എത്ര പേരാ മരുന്ന് വാങ്ങിക്കാൻ പോലും പൈസ ഇല്ലാതെ കഷ്ടപ്പെടുന്നവർ അത്ര ആൾക്കാരുണ്ട്. ഇതിപ്പോ ഒരു വേളൂക്കര പഞ്ചായത്തിൽ മാത്രം കാര്യമല്ല, എല്ലാ പഞ്ചായത്തിലും ഇങ്ങനൊരു ഹെൽത്ത് സെന്റർ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഏത് ജില്ലക്കാരനായാലും ഏത് പഞ്ചായത്തായാലും നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ലഭ്യമായ സേവനങ്ങൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഓരോ സൗകര്യങ്ങൾ സർക്കാർ ചെയ്തു തരുന്നത് അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അർഹമായ കാര്യങ്ങൾ സൗജന്യമായിട്ട് കിട്ടി കഴിഞ്ഞാൽ അതിലൊരു നാണക്കേട് നമ്മൾ വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ നമുക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഈ സ്ഥലം നമ്മുടെ ആക്കപ്പള്ളി പൊക്കത്താണ്. കൊല്ലൂരിൽ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞിട്ട് പോകുന്ന റൂട്ട് വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. അപ്പൊ ഡോക്ടേഴ്സൊക്കെ നല്ല ഫ്രണ്ട്ലി ആണ്. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചോദിച്ച് മനസ്സിലാക്കി തന്നെയാണ് അവർ മരുന്നുകളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഞാൻ അന്നൊരു ദിവസം എനിക്ക് പോയപ്പോൾ തന്നെ ഒരു ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായി. ഈ ഒരു കാര്യം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നവരുണ്ട്, നിങ്ങൾക്ക് ഒരു പക്ഷെ അറിയുന്നതായിരിക്കാം. അറിയാത്തവരുടെ കാഴ്ചയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ മെസ്സേജ് ഇടുന്നത്. ഓക്കെ.